വെള്ളത്തിലൊന്ന് ബ്രെഡൊന്ന് മുക്കി മുക്കി എടുക്കണം കേട്ടോ. ഇത് ഏകദേശം ഒരു മുക്കി മുക്കി എടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. ഞാൻ കുറച്ച് വെള്ളം ഇതിൽ മുക്കി വെച്ചായിരുന്നു. കേട്ടോ, അങ്ങനെ ഏകദേശം എല്ലാം കൂടെ ഇങ്ങനെ മുക്കി എടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് കളയാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുവാണ്. അപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഇല്ലേ, അപ്പത്തിന് ഞങ്ങൾ യൂസ് ചെയ്യണ അരിപ്പൊടി. വേണമെങ്കിൽ മൈദ വേണമെങ്കിൽ ചേർക്കാം. ഞാൻ അപ്പത്തിനെടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പാട്ടോ. ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഉപ്പ്. ഇനി കരിയാപ്പില, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ സവോളയാണ്. സവോള മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ചിട്ട് ഇനി ഒരു ഷേപ്പിലേക്ക് ആക്കി എടുക്കുക കേട്ടോ. അപ്പം മാവൊക്കെ സെറ്റായി. ഇനി ഒരു പാനിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ ഇതുണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ഹോളാക്കിയിട്ട് എണ്ണയിലോട്ട് പതുക്കെ വിടണം കേട്ടോ. അതുപോലെ തന്നെ ഹോളാക്കിയിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം ഇതായാലുണ്ടല്ലോ ഭയങ്കര പാടാണ്. അപ്പം ശ്രദ്ധിച്ച് വെള്ളമൊക്കെ ഒഴിക്കുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുക്കി എടുക്കുമ്പോഴല്ലോ ഒത്തിരി വെള്ളം ആവരുത്, ശ്രദ്ധിച്ച് ഒഴിക്കുക. അങ്ങനെ അങ്ങനെ ഏകദേശം ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അങ്ങോട്ടൊന്ന് മറിച്ചിടാം കേട്ടോ. ആദ്യം ഇട്ടത് ഓരോന്നോരോന്നതനുസരിച്ച് പതുക്കെ ഒന്ന് മറിച്ചിടുക കേട്ടോ. അങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാം കേട്ടോ എണ്ണയിൽ. ഒരു 4 കൂടി ഇടായിരുന്നു, പക്ഷേ ഞാൻ ഇത്ര ഇട്ടു കേട്ടോ. അങ്ങനെ ഫ്രൈ ആയി വന്നു. കുറച്ചും കൂടെ അത് ഫ്രൈ ആവാനുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ വട എന്ന് ആരും പറയില്ല കേട്ടോ. ഏകദേശം ഷേപ്പൊക്കെ ആക്കിയിട്ടുണ്ട്. ഷേപ്പായില്ലെങ്കിൽ നിങ്ങൾ ഉള്ള ഷേപ്പൊന്ന് കൂട്ടിക്കോ കേട്ടോ. സോസും കൂട്ടി കഴിക്കുവാണേ. എങ്ങനെയുണ്ട് ചേട്ടാ കഴിക്കാൻ? കട്ടൻ ചായ ഉണ്ട്. എങ്ങനെയുണ്ട്? കഴിക്കേ, എങ്ങനെയുണ്ട്?